അപ്പൊ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്രമസമാധാന ചുമതലയുള്ള ഗവൺമെന്റിന്റെ ADGP തന്നെ RSSന്റെ നേതൃത്വവുമായി ഒരു ചർച്ച നടത്തുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത്രയും ഗൗരവമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന ADGPയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളതാണ് AIVFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം. ADGPയെ മാറ്റി നിർത്തിക്കൊണ്ട് സമഗ്രമായ അന്വേഷണം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം SP അടക്കം നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉള്ളതായി പരാതികൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പൊ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP തൽസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരു അന്വേഷണത്തെ നേരിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ജനങ്ങൾ സ്വാഭാവികമായും സംശയിക്കപ്പെടും എന്നുള്ളതും ഇടതുപക്ഷത്തിന് അതൊരു പക്ഷേ ഒരു വലിയ കളങ്കമാകും എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് AIVFന്റെ അഭിപ്രായം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ DGP അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ ആ അന്വേഷണത്തെ ജനങ്ങൾ സംശയത്തിന്റെ നിഴലിൽ കാണും. അതുകൊണ്ട് AIVF പറയുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം എന്നുള്ളതാണ്. ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുവാനും LDFന്റെ ജനകീയ പോലീസ് നയം കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചതാണ്. ആ പോലീസ് നയത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായി പറയുവാനുള്ളത്. RSSും SDPയും എല്ലാം നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ സ്വൈര്യവികാരം തകർക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന സംഘടനകളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പൊ RSSനെ എല്ലാം സാമാന്യവൽക്കരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ ഒരു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള സുചിന്തിതമായ നിലപാടാണ് AIVFനുള്ളത്. എന്നാൽ ഇന്നലെ നമ്മുടെ സ്പീക്കർ RSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ AM ഷംസീർ RSS ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. RSSുമായി അങ്ങനെ ഒരു ചർച്ച ADGP നടത്തിയതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായം ഉണ്ടായി. ആ സ്പീക്കറുടെ പ്രസ്താവന അനുചിതമാണ് എന്നുള്ള അഭിപ്രായമാണ് AIVFനുള്ളത്. അങ്ങനെ ഒരു ADGP ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP RSSന്റെ നേതൃത്വവുമായി ചർച്ച നടത്തുകയും അതിനകത്ത് ഗൂഢാലോചന ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ ശക്തമായി ഉയർന്നു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരിക്കലും സ്പീക്കർ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ട്.